നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മാധ്യമമാണ്. മാധ്യമത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള വാർത്ത വയനാടുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. വയനാട്ടിൽ 2 ടൗൺഷിപ്പ് 1000 ചതുരശ്ര അടി വീട് ചേർത്തുപിടിക്കാൻ സർക്കാർ എന്നുള്ളതാണ് തലക്കെട്ട്. പുനരധിവാസത്തിന് കരട് രൂപരേഖയായി വീട് വാഗ്ദാനം ചെയ്തവരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അതായത് അതിൻ്റെ വിശദ വിവരത്തിലേക്ക് പോകുമ്പോൾ, വയനാട് പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പുകളുടെ കരട് രൂപരേഖ തയ്യാറാക്കി സർക്കാർ. ഞായറാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ രൂപരേഖ അവതരിപ്പിച്ചു. കൽപ്പറ്റയിലും നെടുമ്പാലയിലുമുള്ള എസ്റ്റേറ്റുകളിലായി 750 കോടി രൂപ ചെലവിൽ 2 ടൗൺഷിപ്പാണ് നിർമ്മിക്കുക. ഒറ്റഘട്ടമായാണ് രണ്ടിൻ്റെയും നിർമ്മാണം. 1000 ചതുരശ്ര അടി ഒറ്റ നില വീടുകളാണ് പണിയുക. മുകളിലെ നില ഭാവിയിൽ നിർമ്മിക്കാൻ കഴിയും വിധത്തിൽ അടിത്തറയും പണിയും. 2 കിടപ്പുമുറികൾ ഉണ്ടാകും. 5-10 സെന്റിലായിരിക്കും വീട്. വാഗ്ദാനം നൽകിയവർക്ക് മുന്നിൽ 2 സാധ്യതകൾ എന്ന മറ്റൊരു തലക്കെട്ടോടുകൂടിയുള്ള ഒരു കോളത്തിലൊരു വാർത്തയും കൂടിയുണ്ട്. അതായത് വീട് നിർമ്മിച്ച് നൽകാൻ സന്നദ്ധത അറിയിച്ചവർ വ്യത്യസ്ത രീതിയിലാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ചിലർ 750 ചതുരശ്ര അടി വീടുകളാണ് ഉദ്ദേശിക്കുന്നത്. മറ്റു ചിലർ 7 മുതൽ 8 ലക്ഷം രൂപ ചിലവ് വരുന്ന വീടുകളും. സർക്കാർ ഉദ്ദേശിക്കുന്ന 1000 ചതുരശ്ര അടിയിലേക്ക് വാഗ്ദാനങ്ങൾ ഏകോപിപ്പിക്കാനാണ് ശ്രമം. വീട് നിർമ്മിക്കാൻ തയ്യാറായവർക്ക് 2 ഓപ്ഷനാണ് സർക്കാർ നൽകുക. മികച്ച ഉറപ്പുള്ള വീടുകൾ കാലതാമസം കൂടാതെ നിർമ്മിച്ച് നൽകാൻ കഴിയുമെന്നുള്ളവർക്ക് ഭൂമി വിട്ടുകിട്ടുന്ന മുറയ്ക്ക് കൈമാറി നൽകും. ഇവർ സർക്കാർ രൂപരേഖകൾ ചെയ്യുന്ന തരം വീടുകൾ നിർമ്മിച്ച് നൽകണം. അല്ലാത്തവർക്ക് സ്ഥലം നൽകില്ല. പകരം ഇവർ വീട് നിർമ്മാണത്തിന് ആവശ്യമായ തുക സർക്കാരിലേക്ക് നൽകണം. സ്കൂളുകൾ, അംഗനവാടികൾ, കളിസ്ഥലങ്ങൾ എന്ന മറ്റൊരു തലക്കെട്ടോടുകൂടി ഒരു കോളം കൂടിയുണ്ട്. അതിൽ ടൗൺഷിപ്പിൽ ആശുപത്രികൾ, സ്കൂളുകൾ, അംഗനവാടികൾ, കളിസ്ഥലങ്ങൾ, കമ്മ്യൂണിറ്റി സെൻറ്റർ, പുസ്തകശാല, ജീവനോപാധികൾ അടക്കം സംവിധാനങ്ങളുണ്ട്. കൃഷി അടക്കം സൗകര്യങ്ങളുണ്ടാകും. കൽപ്പറ്റയിൽ കുറച്ചുകൂടി സൗകര്യങ്ങളുള്ളതിനാൽ ഇത് കൂടി പരിഗണിച്ചാവും മറ്റ് സൗകര്യങ്ങൾ. നെടുമ്പാലയിൽ ടൗൺഷിപ്പിനുള്ളിൽ തന്നെ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരും. വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന എസ്റ്റേറ്റുകളിലെ സ്ഥലം കോടതിയിലെ കേസിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവയിൽ നിയമക്കുരുക്ക് ഒഴിവാക്കി ലഭിക്കുന്ന മുറയ്ക്ക് ടൗൺഷിപ്പ് ഒരുക്കുക. ഈ മാസം തന്നെ വിധി വരുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും വലിയ ദുരന്തത്തിൻ്റെ ഒക്കെ ഒടുവിൽ അവരെ സമാധാനപരമായി പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു കാൽവെപ്പിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു ഇടം ഉണ്ടാകുവാൻ പോകുന്നു. അവർക്കുണ്ടാകട്ടെ, പുതിയ പ്രതീക്ഷകൾ ഉണ്ടാകട്ടെ. ഇനി ഇതേ വാർത്ത മാതൃഭൂമിയിൽ വയനാട് പുനരധിവാസം വീടുയരും 5-10 സെന്റിൽ. അന്തിമ തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ എന്ന രീതിയിൽ അതിനോടൊപ്പം ഒരു കാർട്ടൂൺ പ്ലാനൊക്കെ ഉണ്ട്. മാതൃഭൂമി വലതുഭാഗത്ത് ആദ്യ പേജിൽ തന്നെ വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. കേരള കൗമുദിയും അതേ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വയനാട് പുനരധിവാസം 5 ഏക്കർ 10 സെന്റുകളിൽ ഒറ്റ നില വീടുകൾ എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. ജന്മഭൂമി ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ആദ്യ പേജിൽ എവിടെയും നൽകിയിട്ടില്ല. ജന്മഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് മോദിയുടെ വാർത്തയ്ക്കാണ്. ഈ വയനാടുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ആദ്യ പേജിൽ താഴെ ചെറിയൊരു പ്രാധാന്യം മാത്രമാണ് നൽകിയിട്ടുള്ളത്. വയനാട് ദുരന്തം, വീടുകളുടെ പ്ലാനിന് മന്ത്രിസഭയുടെ അംഗീകാരം എന്ന തലക്കെട്ട് മാത്രമാണ് നൽകിയിട്ടുള്ളത്. അതിന് കൂടെ കാർട്ടൂണോ മറ്റു വിവരങ്ങളോ വിശദവിവരങ്ങളോ ഒന്നും നൽകിയിട്ടില്ല. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ, ദീപിക ആ വാർത്ത വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. വയനാട് പുനരധിവാസം 2 ടൗൺഷിപ്പിൽ 5 ഏക്കർ 10 സെന്റിലായി വീട് എന്നുള്ളതാണ് ആ വാർത്തയ്ക്ക് നൽകുന്ന തലക്കെട്ട്. ദേശാഭിമാനി ആ വാർത്തയ്ക്ക് അത്ര കണ്ട് വലിയ പ്രാധാന്യമൊന്നും നൽകിയിട്ടില്ല. ദേശാഭിമാനി കോൺഗ്രസിലെ ചില പ്രശ്നങ്ങൾക്കാണ് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. കോൺഗ്രസിൽ പുതിയ ചേരി എന്ന രീതിയിലുള്ള വാർത്തയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. എന്നാൽ ആദ്യ പേജിൽ തന്നെ മുണ്ടക്കൈ പുനരധിവാസം ഗുണഭോക്തൃ പട്ടികയിലെ അപാകം പരിഹരിക്കും എന്നുള്ള മറ്റൊരു വാർത്തയാണ് ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. ഇനി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ, മലയാള മനോരമ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. മുണ്ടക്കൈ ചുരൽമല 750 കോടിയുടെ പുനരധിവാസം, 1000 ചതുരശ്ര അടി വീടുകൾ എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. നശിച്ചുപോയ ചില വീടുകളുടെ ചിത്രമൊക്കെ അതിനോടൊപ്പം നൽകുന്നുണ്ട്. പട്ടികയിൽ പിഴവ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയിൽ നടപടി. മന്ത്രിസഭ ചർച്ച ചെയ്ത് 28-ന് അന്തിമ തീരുമാനം. സ്പോൺസർമാരുമായി മുഖ്യമന്ത്രി നേരിട്ട് ചർച്ചയ്ക്ക് എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട മറ്റു ചില ഭാഗങ്ങൾ. കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അസ്ബാഹ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി സമ്മാനിക്കുന്ന ചിത്രം നൽകിക്കൊണ്ടാണ് ആ വാർത്ത ചെയ്തിട്ടുള്ളത്. അതേ വാർത്ത തന്നെ മാതൃഭൂമിയും ആ ചിത്രത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എന്നാൽ വിശദവിവരങ്ങളൊക്കെ ഉൾപേജുകളിലാണ് നൽകിയിട്ടുള്ളത്. കേരള കൗമുദി മോദിക്ക് കുവൈറ്റിൻ്റെ പരമോന്നത ബഹുമതി എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത നൽകിയിട്ടുണ്ട്. ജന്മഭൂമി വലിയ പ്രാധാന്യത്തോടുകൂടി മോദിക്ക് കുവൈറ്റിൻ്റെ പരമോന്നത ബഹുമതി, അതായത്
കേരള കൗമുദിയും ജന്മഭൂമിയും ഒരേ തലക്കെട്ടുകൾ നൽകുന്നു, ഒരേ ചിത്രങ്ങൾ നൽകുന്നു. ജന്മഭൂമി കുറച്ചുകൂടി പ്രാധാന്യം നൽകുന്നു, കേരള കൗമുദിയും മോശമല്ലാത്ത രീതിയിലുള്ള പ്രാധാന്യം വാർത്തയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈറ്റിൻ്റെ ഉന്നത ബഹുമതി എന്നുള്ളതാണ് ദീപിക നൽകുന്ന വാർത്ത. ദീപികയും അല്പം പ്രാധാന്യത്തോടെയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ദേശാഭിമാനിയിൽ ആ വാർത്തയ്ക്ക് എവിടെയും സ്ഥാനം നൽകിയിട്ടില്ല. മലയാള മനോരമ ആ ചിത്രം ആദ്യ പേജിൽ നൽകിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾ ഉൾപേജുകളിലായിരിക്കാം. സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ് സംഘപരിവാർ പ്രവർത്തകർ അറസ്റ്റിൽ, ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തു. അതായത് ചിറ്റൂർ, പാലക്കാട് ചിറ്റൂരാണ് സംഭവം. നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെ അതിക്രമിച്ചു കയറി പ്രധാനാധ്യാപിക ഉൾപ്പെടെയുള്ള അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്ത സംഭവത്തിൽ 3 സംഘപരിവാർ പ്രവർത്തകർ അറസ്റ്റിൽ. നല്ലേപ്പള്ളി സ്വദേശികളായ വടക്കുംതറ അനിൽകുമാർ, മാനംകുറ്റി, കറുത്തേടത്തുകളം സുശാസനൻ, തെക്കുമുറി വേലായുധൻ എന്നിവരെയാണ് ചിറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. പ്രധാന അധ്യാപികയുടെ പരാതിയിലാണ് നടപടി. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. സ്കൂളിൽ അർദ്ധവാർഷിക പരീക്ഷ കഴിഞ്ഞ് അവധി തുടങ്ങുന്നതിന് മുമ്പ് ക്രിസ്മസ് ആഘോഷിക്കുന്നതിനിടെയാണ് പ്രവർത്തകരെത്തി അസഭ്യവർഷം നടത്തി വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്തത്. ശ്രീകൃഷ്ണ ജയന്തി അല്ലാതെ മറ്റൊരാഘോഷവും വേണ്ടെന്നായിരുന്നു ഇവരുടെ നിലപാട്. നാണമില്ലേ എന്നാണ് ഇത്തരക്കാരോട് ചോദിക്കാനുള്ളത്. കേരളം പോലെ വിദ്യാസമ്പന്നരായ നിരവധി പേർ ഉള്ള ഒരു സ്ഥലം, മതസൗഹാർദ്ദത്തിന് പ്രാധാന്യമേറെ നൽകുന്ന ഒരു സ്ഥലം, വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്നത് പോലുള്ള സംഭവവികാസങ്ങൾ കേരളത്തിൽ നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ദയവേത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഘോഷങ്ങളെയും കുട്ടികൾക്കിടയിലേക്ക് ഇത്തരത്തിലുള്ള മതപരമായ സ്പർദ്ധയും മതപരമായ വിദ്വേഷവും മതപരമായുള്ള അകൽച്ചയൊന്നും ഉണ്ടാക്കാതെ അവരെ സ്നേഹത്തിൻ്റെ സന്ദേശങ്ങൾ പഠിപ്പിച്ച് മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം പഠിപ്പിച്ച് മുൻപോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അധ്യാപകർ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അവിടെ പോയി മതവിദ്വേഷത്തിൻ്റെ വിത്ത് പാകരുത് ദേവിയത് എന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ പറയാൻ തോന്നുന്നത്. ദേശാഭിമാനി ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ക്രിസ്മസ് സന്ദേശം നൽകിയവരെ വിരട്ടി RSS, സ്കൂളിലെ ആഘോഷം അലങ്കോലമാക്കി, ഭയമൊഴിയാതെ കുരുന്നുകൾ എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. കൂടെ ഒരു കാർട്ടൂണൊക്കെ നൽകിയിട്ടുണ്ട് ആ വാർത്തയ്ക്കൊപ്പം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് ഒട്ടുമിക്ക പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മാധ്യമം ആ വാർത്ത നൽകിയിട്ടുള്ളത് സാർ പെർഫെക്റ്റ് ഓക്കെ എന്ന തലക്കെട്ടോടു കൂടിയാണ്. അതായത് DGP കസേരയ്ക്ക് പിന്നാലെ MR അജിത് കുമാറിന് വിജിലൻസിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റും, അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരമുറി എന്നീ ആരോപണങ്ങളിലാണ് വിജിലൻസ് ADGPക്ക് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിക്കാനൊരുങ്ങുന്നത്. അജിത് കുമാറിനെതിരെ തൃശൂർ പൂരം അലങ്കോലമാക്കിയതിലും RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിലുമുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിലൊന്നും കഴമ്പില്ലെന്നാണ് വിജിലൻസ് റിപ്പോർട്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ PV അൻവർ തെളിവ് ഹാജരാക്കാനായില്ലെന്നും അന്വേഷണത്തിലൊന്നും കണ്ടെത്താനായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2 ആഴ്ചയ്ക്കകം വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കും. ഈ വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരോപണങ്ങൾ കഴമ്പില്ലെന്ന വിജിലൻസ്, അജിത് കുമാറിന് ക്ലീൻ എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഇനി അതേ വാർത്ത കേരള കൗമുദിയിൽ, പക്ഷേ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമോ ഇടമോ നൽകിയിട്ടില്ല. ജന്മഭൂമിയിൽ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമോ ഇടമോ എവിടെയും നൽകിയിട്ടില്ല. ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക ADGP അജിത് കുമാറിന് വിജിലൻസിൻ്റെ ക്ലീൻ ഷീറ്റ് എന്നുള്ള തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ദേശാഭിമാനിയിൽ അത്തരത്തിലൊരു സംഭവത്തെപ്പറ്റി പരാമർശിച്ചിട്ടേയില്ല. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ തൃശ്ശൂർ പൂരം അട്ടിമറി നടന്നെന്ന ADGPയുടെ റിപ്പോർട്ട്, വോട്ടിനു വേണ്ടി പൂരം കലക്കി എന്നുള്ളതാണ് മലയാള മനോരമ നൽകുന്ന തലക്കെട്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വാർത്ത മലയാള മനോരമയും ആദ്യ പേജിൽ വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. നിലപാട് ആവർത്തിച്ച് വിജയരാഘവൻ, കോൺഗ്രസ് ഇസ്ലാമിക് വർഗീയവാദികളെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. അതായത് വയനാട് പരാമർശത്തിൽ വിവാദം കത്തുമ്പോഴും നിലപാട് ആവർത്തിച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാട്ടിൽ വിജയിച്ചത് കോൺഗ്രസും ലീഗും ജമാഅത്ത് ഇസ്ലാമിയും SDPIയും ഉൾപ്പെടുന്ന ചേരിയുടെ പിന്തുണയിലാണെന്ന് വിജയരാഘവൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ആ വാർത്ത എന്നാൽ മാതൃഭൂമിയിൽ എവിടെയും വലിയ പ്രാധാന്യത്തോടെ ആദ്യ പേജിൽ എവിടെയും നൽകിയിട്ടില്ല. കേരള കൗമുദിയിലും ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമോ ഇടമോ എവിടെയും നൽകിയിട്ടില്ല. ജന്മഭൂമിയിലും ആ വാർത്തയ്ക്ക് എവിടെയും ഇടം നൽകിയിട്ടില്ല. ദീപികയിലുമില്ല. ദേശാഭിമാനിയിലും മറ്റ് പത്രങ്ങളിലൊന്നും ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമോ ഇടമോ നൽകിയിട്ടില്ല.
മാധ്യമം വാർത്തയുടെ ഉറവിടം കണ്ടെത്താൻ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നു. PSC വിവരം ചോർച്ച, ഉദ്യോഗാർത്ഥിക്കെതിരെ ക്രൈംബ്രാഞ്ച് എന്നുള്ളതാണ് ആ വാർത്തയ്ക്ക് നൽകുന്ന തലക്കെട്ട്. പിണറായി മോദിയുടെ കാർബൺ കോപ്പി എന്ന് KC വേണുഗോപാൽ പറഞ്ഞ വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യം നൽകുന്നു മാധ്യമം. അല്ലു അർജുൻ്റെ വീടിന് നേരെ കല്ലേറ്, 8 പേർ അറസ്റ്റിൽ എന്നുള്ള വാർത്തയുണ്ട്. അല്ലു അർജുൻ്റെ ഹൈദരാബാദിലെ വീടിന് നേരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട ചിത്രം അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ഇനി അതേ വാർത്ത മാതൃഭൂമിയും ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട്. അല്ലു അർജുൻ്റെ വീടിന് നേരെ കല്ലേറ് എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ആ വാർത്ത മറ്റ് പത്രങ്ങളിലൊന്നും പിന്നെ വലുതായി പരാമർശിച്ച് കാണുന്നില്ല. ഇനി മാതൃഭൂമിയിലേക്ക് വന്നാൽ, മാതൃഭൂമിയിൽ ലൈഫ് പദ്ധതിയിൽ വീട് വിൽക്കാൻ 12 വർഷം കഴിയണമെന്ന ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. അതായത് ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീടുകൾ 12 വർഷം കഴിഞ്ഞ് വിൽക്കാനും കൈമാറ്റം ചെയ്യുവാനും കഴിയൂ. ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ മുൻകൂർ അനുമതിയോടെ ഇത്തരം കൈമാറ്റത്തിന് നേരത്തെ നിശ്ചയിച്ചിരുന്ന കാലാവധി 7 വർഷമായിരുന്നു. തൊഴിൽ ചൂഷകരാകരുത് സർക്കാരിന് സുപ്രീം കോടതിയുടെ താക്കീതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുണ്ട്. സർക്കാർ സ്ഥാപനങ്ങളിൽ ദീർഘകാലത്തേക്ക് താൽക്കാലിക ജീവനക്കാരെ നിലനിർത്തുന്ന രീതിയെ വിമർശിച്ച സുപ്രീം കോടതി തൊഴിലാളികളുടെ വിവിധ അവകാശങ്ങളുടെ ലംഘനമാണെന്ന് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. കാകദർശി എന്ന കാർട്ടൂൺ പരമ്പരയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ ധിക്കാരവും ധാർഷ്ട്യവും CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നു. ബാക്കി എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലേ എന്നുള്ളതാണ് ആ കാർട്ടൂണിന്റെ തലക്കെട്ട്. പ്രതിഷേധത്തിൽ ചുവന്ന് മഞ്ഞപ്പട. ISL ഫുട്ബോൾ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെതിരെ പ്രതിഷേധവുമായി ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട. മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെതിരായ മത്സരത്തിന് മുൻപ് കല്ലൂരിലെ സ്റ്റേഡിയത്തിന് പുറത്ത് മഞ്ഞപ്പട ഉയർത്തിയ പ്രതിഷേധം അകത്തുമെത്തി. മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു എന്നുള്ളതാണ് ആ വാർത്ത. ഇനി കേരള കൗമുദിലേക്ക് വരുമ്പോൾ, ഡ്രൈവിംഗ് ലൈസൻസിന് ഒരു കടമ്പ കൂടി, അപകടം ഒഴിവാക്കാൻ വീഡിയോ പരീക്ഷ എന്നുള്ള വാർത്ത കേരള കൗമുദി നൽകുന്നു. പെൺകുട്ടിയോട് മോശമായി പെരുമാറി ജയിലറെ നടുറൂട്ടിൽ ചെരുപ്പൂരി തല്ലി എന്നുള്ള വാർത്ത കേരള കൗമുദിയിൽ നൽകിയിട്ടുണ്ട്. ചെന്നൈയിലാണ് സംഭവം. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ കോൺഗ്രസിൽ ഒരു തർക്കവും വരില്ലെന്ന് സുധാകരൻ. തർക്കം ആര് തുടങ്ങണം എന്നതിലാണ് തർക്കം. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ, ജന്മഭൂമിയിൽ ലഡാക്കിന്റെ ധീരഹൃദയം നിലച്ചു. വിട പറഞ്ഞ് കാർഗിലിലെ പാക് സൈനിക നീക്കത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ താഷി നാംഗ്യാൽ. കാർഗിൽ പാക് സൈനികരുടെ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ ആട്ടിടയൻ ലഡാക്ക് സ്വദേശി താഷി നാംഗ്യാലിന് സൈന്യം നൽകിയ ശ്രദ്ധാഞ്ജലി വികാരനിർഭരമായിരുന്നു. കഴിഞ്ഞ രാത്രിയാണ് 58-കാരനായ നാംഗ്യാൻ അന്തരിച്ചത്. ആര്യൻ താഴ്വരയിലും മകളും അധ്യാപികയുമായ സെറിംഗ് ഡോൾക്കറിനൊപ്പമായിരുന്നു താമസം. 99-ലെ കാർഗിൽ പാക് സൈന്യ ഭീകരർ നടത്തിയ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് ഭാരതസേനയെ അറിയിച്ച നാംഗ്യാലിനെ ഈ വർഷം ആദ്യം ദ്രാസിൽ നടന്ന 25ാമത് കാർഗിൽ വിജയ ദിവസത്തിൽ സൈന്യം ആദരിച്ചിരുന്നു. തൊഴിൽമേള 71,000-ലധികം പേർക്ക് ഇനി നിയമന ഉത്തരവ് കൈമാറുമെന്നുള്ള വാർത്ത ജന്മഭൂമിയിൽ നൽകുന്നു. CBCI ക്രിസ്മസ് ആഘോഷം ഇന്ന് പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. തപസ്യ സുവർണ ജയന്തി ആഘോഷം ചിത്ര മുഖ്യ രക്ഷാധികാരി, അടൂർ ചെയർമാൻ എന്നുള്ള വാർത്ത. വൈരുദ്ധ്യാത്മക ഭൗതികവാദം അറിയാൻ പോലീസ് സ്റ്റേഷനിൽ പോകണം എന്ന പാർട്ടി സമ്മേളനത്തിൽ MV ഗോവിന്ദന്റെ പരിഹാസവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ഇടം നൽകുന്നു ജന്മഭൂമി. മണ്ഡലവിളക്കിന് ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു എന്നുള്ള വാർത്തയും ജന്മഭൂമിയിൽ നൽകിയിട്ടുണ്ട്. ദീപികയിലേക്ക് വരുമ്പോൾ, MDയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്ന വാർത്ത ദീപിക പ്രധാനമായി എടുത്തു കൊടുക്കുന്നുണ്ട് ആദ്യ പേജിൽ. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ, കോൺഗ്രസിൽ പുതിയ ചേരി, SDPI ബന്ധം തിരിച്ചടിക്കുന്നു. കൊള്ളാവുന്ന നേതാവ് ചെന്നിത്തലയാണെന്ന് NSSും SNDPയും. സതീഷിനെതിരെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പ്രതിഷേധം. എല്ലാ സമുദായ നേതൃത്വങ്ങളുമായി അടുത്ത ബന്ധം ചെന്നിത്തലയെ പരോക്ഷമായി പിന്തുണച്ച് വേണുഗോപാലും സുധാകരനും എന്നുള്ളതാണ് ദേശാഭിമാനി ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മുതലപ്പൊഴി തുറമുഖ പുനർനിർമ്മാണം ഉടൻ പൂർത്തിയാക്കണം എന്ന് CPIM എന്നുള്ള വാർത്ത പ്രാധാന്യത്തോടെ നൽകും ദേശാഭിമാനി. സർക്കാരിൻ്റെ ഒരു വകുപ്പും അപ്രധാനമല്ല, അടുത്ത KAS ബാച്ച് ഉടൻ എന്നുള്ള വാർത്ത നൽകുന്നു ദേശാഭിമാനി. തെരഞ്ഞെടുപ്പ് ചട്ടഭേദഗതി നീക്കം പിൻവലിക്കണമെന്ന് CPIM. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ചോദ്യം ചെയ്യാൻ പരാതിക്കാരന് അവകാശമില്ലെന്ന കേന്ദ്രവാദം ദുരൂഹമാണ്. ഇനി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ, മലയാള മനോരമയിൽ കുഞ്ചുകുറുപ്പ് എന്ന മലയാള മനോരമയുടെ കാർട്ടൂൺ പരമ്പരയിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇത്തവണയും കേരളത്തിൻ്റെ ഫ്ലോട്ടില്ല, വല്ല PR ഏജൻസിയെയും ഏൽപ്പിക്കാമായിരുന്നു എന്നുള്ളതാണ് ആ കാർട്ടൂൺ തലക്കെട്ട്. ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും അവലോകനങ്ങളും അവിടെ അവസാനിക്കുന്നു. നാളെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.